നീ എന്നെങ്ങനെ വിളിക്കുമ്പോ എന്റെ ശരീരം ആകെ കോരിത്തരിക്കൊരു സഹായം ചെയ്തു തരുമോ? നിനക്ക് വേണ്ടി ഒരു സഹായമല്ല, എത്ര സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു തവണ അവിടെ ചെന്ന് കുനിഞ്ഞു നിൽക്കുവോ? നിനക്കെന്തോ സൂത്രോപ്പിക്കാനാ? അതെ. എന്താന്ന് വെച്ചാ പറ. പറയില്ല, ചെയ്ത് കാണിക്കാൻ ഞാൻ. ഇവളെന്താണോ ചെയ്യാൻ പോകുന്നത്? ഇവള് തടു ഓടിച്ചു. ഇരുമ്പിന്റെ കാലെന്നാ തോന്നുന്നു. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അപ്പാ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കാറായാ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ കഴുകുന്നത് ടൈഗർ സാറേ? കഴുകിയില്ലെങ്കിൽ തെറി നീ കേക്കോ? നീ മതിലിയാടിയല്ലേ വന്നേ? ആണല്ലോ. അതായത് നീ അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം, നീ അത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യാം. അല്ല, നീ എന്തിനാ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും ഞാൻ. ആഹാ, അവൻ എവിടെയാണെങ്കിലും നീ അന്വേഷിച്ചു പോവോ? ആ ബാത്റൂമിലാണെങ്കിലോ? ഡിക്കിയിടുള്ളൂ. അപ്പോഴേക്കും വന്നോ? ഞാൻ പഴവിലല്ല, പാവാ. ബോസ് ബോസ്, ഈ കാറ് കഴുകാൻ പറഞ്ഞിട്ട്. ഓഹോ, അതിലാണോ പോകുന്നേ? ആ, അപ്പൊ ചിലര് മതില് ചാടിയത് വെറുതെ ആയി. പുറത്തേക്ക് വാ. ഈ വെണ്ണ വെറുതെ അതിനകത്തിട്ട് ഉരുക്കണ്ട. വാ വാ. ആയിഷു, പണി കിട്ടി. ഡിഷു. ഈ ഫോട്ടോയിലുള്ള സ്ത്രീ അറിയാം? അറിയത്തില്ല സ്വാമി. നിന്നോട് തന്നെയാ പറഞ്ഞ ഇറങ്ങാൻ. ഇത്തിരി കൂടെ മര്യാദയ്ക്ക് സംസാരിക്കേ. നീ മിണ്ടരുത്, എനിക്കറിയത്തില്ല. Now keep quiet, okay? എന്താടി? വെറുതെ കളഞ്ഞല്ലോ. കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറുന്നോടാ. പാർവതിക്ക് വേണ്ടി അന്ന് ഇങ്ങനെ ദേവദാസ് പൂസായി നടന്നു. എന്റെ ദേവിക്ക് വേണ്ടി പാർവതി കുറച്ചു കുടിച്ചു. അത് കലക്കി മോളെ. അടുത്ത അടി അടിക്കുന്നവരെ നീ മിണ്ടി പോകരുത്, കേട്ടല്ലോ. ദേവ, പ്രേമനൈരാശ്യം വന്ന് മദ്യപിക്കുന്നത് എല്ലാം മറക്കാനാ. പ്രേമം കൊണ്ട് മദ്യപിക്കുന്നത് എന്റെ ഉള്ളിലുള്ളതൊക്കെ പറയാനാ. ഐ ലവ് യു. കൂട്ടിക്കൊണ്ടു പോ. എല്ലാരും എന്നെയാണല്ലോ അടിച്ചു പഠിക്കുന്നത്. അവൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? നിന്നെ ഞാൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? അങ്ങനെ തന്നെ. ദേവ എന്നെ അടിച്ച എനിക്ക് എന്ത് ഫീൽ ആവാനാടാ?